കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി പോലെ തന്നെയുള്ള ഒരു സെക്ഷനാണ് ഈ പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി. പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കാം. നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് പല ആംഗിളുകളിൽ ഷോട്ട് എടുക്കും. അപ്പോൾ അത് പല സമയത്തായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഫോൺ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് ക്യാമറ വേറെ ഒരു ആംഗിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എന്നുള്ള ഈ ആംഗിളിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ലൈറ്റിൻ്റെ ചേഞ്ച്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും. ലൈറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്യണം ക്യാമറാമാന്. അപ്പോൾ ഇവിടത്തുള്ള ഈ സെറ്റപ്പുകൾ ഇപ്പോൾ ഈ ഡെസ്ക്, ഈ കസേര ഒക്കെ മാറ്റിയിട്ടിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്യുന്നത്. അവരുടെ സെറ്റിന് അവസാനമായിരിക്കും വീണ്ടും നമ്മൾ ഇതുപോലെ മുഖാമുഖം ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ സാധനം നമ്മൾ ആദ്യം സംസാരിച്ച് ഇത് സീനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഫോൺ ഈ പേപ്പർ സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വേറൊരു ആംഗിളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രോപ്സ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു വിഷ്വൽ ജർക്കാവും. ഇതിനും സിനിമയിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ഏത് ആംഗിളിൽ നിന്നാണോ ഷോട്ട് എടുക്കുന്നത് ആ ആംഗിളിൽ വരുന്ന, അതായത് ക്യാമറ ഫിക്സ് ചെയ്യുന്ന ആംഗിളിൽ വരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വരച്ച് വ്യക്തമായിട്ട് ഇന്ന പ്രോപ്സ് ഇവിടെ, കസേര ഇവിടെ, ഇവിടെ ഫ്ലവർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ എന്നിങ്ങനെ വളരെ വ്യക്തമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ടെക്നോളജി കുറച്ചും മാറിയപ്പോൾ എല്ലാവരും ഹാൻഡി ക്യാമിലോ ഫോട്ടോ സ്റ്റിൽ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇത്തരം ജോലികൾ എളുപ്പമാക്കാറുണ്ട്. ഈ മൊബൈൽ ഫോണിൽ ക്യാമറ വന്നുകൊണ്ട് ഏറ്റവും ഗുണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അതെ. പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റിയും ഡ്രസ് കണ്ടിന്യൂറ്റിയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും തലവേദനയുള്ള ഒരു കേസാണ് ഈ ആക്ഷൻ കണ്ടിന്യൂറ്റി. ഒരാൾ ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഓരോ ക്യാരക്ടേഴ്സിനും മൂവ്മെൻറ്റ്സ് ഉണ്ടാകും ഓരോ സീനുകളിലും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നിരവധി ഷോട്ടുകളായിട്ടാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ മൂവ്മെൻറ്റുകൾക്ക് ഒരു തുടർച്ചയുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരാളുടെ കൈ എങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈ ഇവിടെ വച്ചിട്ടാണ് ഞാൻ സാറിനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ഒരു ആംഗിളിൽ ഈ സംസാരത്തിൻ്റെ തുടർച്ച, ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ തുടർച്ച വേറെ ഒരു ആംഗിളാണ് അടുത്ത ഷോട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ആംഗിളിലേക്ക് പോകുമ്പോൾ ഈ സംസാരത്തിൻ്റെ തുടർച്ചയാണെന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് ഷോട്ടാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ കൈ വെക്കണം. എന്നാലാണ് ഈ ആക്ഷൻ്റെ കണ്ടിന്യൂഷൻ ആവുള്ളൂ. അതിനെയാണ് ശരിക്കും ആക്ഷൻ കണ്ടിന്യൂറ്റി എന്ന് വളരെ ലളിതമായിട്ട് പറയുന്നത്. പിന്നെ ഇത് ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല അവസ്ഥകളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ആക്ടിങ്ങിനും അതുപോലെ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. അതെ. ഇമോഷണലി ഉള്ള കണ്ടിന്യൂറ്റി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു കരച്ചിലാണ് എന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സാറിൻ്റെ എന്തെങ്കിലും സംസാരം കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. ഇപ്പോൾ ചിലപ്പോൾ ഈ കരച്ചിലിനെ തുടർന്നുണ്ടാകുന്ന എൻ്റെ സംസാരം ചിലപ്പോൾ 2-3 ഷോട്ടുകൾക്ക് ശേഷം പിന്നീട് ചിത്രീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഷോട്ടിൽ, അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഷോട്ടിൽ, ഓർഡർ പ്രകാരം എടുത്തിരിക്കുന്ന ഷോട്ടിൽ ക്യാരക്ടർ ഏത് ഇമോഷനിലാണോ നിൽക്കുന്നത് അതിനെ തുടർന്ന് ഏത് ആംഗിളിൽ വെച്ച് എപ്പോൾ ഷോട്ട് എടുത്താലും ആ ഇമോഷൻ കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളിൻ്റെ ഓർമ്മയെ ഡിപ്പെൻഡ് ചെയ്യാനേ പറ്റില്ല. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അയാൾ കൈ ഇടത്തോട്ട് വെച്ചോ വലത്തോട്ട് വെച്ചോ, അല്ലെങ്കിൽ ആ തോളിലെ തോർത്ത് ഇടത്തെ തോളിൽ കിടന്നോ വലത്തെ തോളിൽ കിടന്നോ ഏതെങ്കിലും അസിസ്റ്റൻ്റോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും 2 അഭിപ്രായം പറയും. അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഇന്നാണെങ്കിൽ ആ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇന്നില്ല. കാരണം ഇത് നമ്മളൊരു വീഡിയോ മോണിറ്റർ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അതേ സീന് നമുക്ക് ടേപ്പ് കിട്ടും. അപ്പോൾ വല്ല സംശയം ഉണ്ടെങ്കിൽ ആ ടേപ്പ് ഒടിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. മുമ്പ് അതല്ല. മുമ്പ് എല്ലാ ഷോട്ടിനും നമ്മൾ സ്റ്റിൽസ് എടുത്തുകൊണ്ടിരിക്കും. മുഖാമുഖത്തിലൊരു ഒരു രംഗത്ത് ഇതുപോലെ എനിക്കൊരു എന്തോ നമ്മൾ പലതും മനസ്സുകൂടെ പലതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം കൊണ്ട് ഇടയ്ക്ക് ഒരു കണ്ടിന്യൂറ്റിയെ പറ്റി അതോ വന്നത് മറന്നുപോയി, തെറ്റിപ്പോയി. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസിനോട് ചോദിച്ചപ്പോൾ അവരെല്ലാം തെറ്റായിട്ടാണ് പറഞ്ഞത്. വളരെ നിർബന്ധം പറഞ്ഞ ഒരാളുടെ അഭിപ്രായം ഞാൻ വിചാരിച്ചു, അതുപോലെ ഞാൻ ചെയ്തു നോക്കി. പിന്നീട് അത് മനസ്സിലാക്കി. ആ ലൊക്കേഷനിൽ പോരുന്നതിന് മുമ്പ് തന്നെ വേറെ രീതിയിലും കൂടെ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് കുഴപ്പമുണ്ടാകാതെ പോയി. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ അസിസ്റ്റൻറ്റിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ കാലത്ത് അത് ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഈ ഡിജിറ്റൽ ക്യാമറകൾ വന്നതുകൊണ്ട് അപ്പോഴപ്പോൾ ഓരോ ഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അതെ, മറ്റു ഭാഷകളിൽ എവിടെയും ഇല്ല. മലയാളത്തിൽ മാത്രമാണ് പ്രോംപ്റ്റിംഗ് ഉള്ളത്. ഈ പ്രോംപ്റ്റിംഗ്
കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയും. സ്വാഭാവികമായിട്ടും സിനിമയിൽ സ്വാഭാവികതയ്ക്ക് വേണ്ടിയിട്ട് സംഭാഷണ ഭാഗങ്ങൾ കാണാതെ പഠിച്ചിട്ട് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി. അപ്പോൾ ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങൾ ഓർമ്മയിൽ ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ അത്തരം അതായത് അത് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അതിനകത്ത്. ഏതെങ്കിലും ഇപ്പം പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സംഭാഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ചില വാക്കുകൾ ചില ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിൽ ഇരിക്കണം എന്നില്ല. കഥാപാത്രം ഡയലോഗ് പറയുമ്പോൾ അതിന് വളരെ മുൻപേ ഈ സീനുകളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അയാൾക്ക് മാത്രം കേൾക്കുന്ന ഒരു ഓളിയത്തിൽ ഈ അസോസിയേറ്റ് ഡയറക്ടർ ഈ സംഭാഷണം അയാൾ പറയുന്നതിന് മുൻപേ ഇങ്ങനെ പയ്യെ ഓടിച്ച് വായിക്കും. നിനക്ക് ഇവിടുത്തെ ഏമാർക്ക് ഇത് വെറും ഒരു ആക്സിഡന്റ് കേസാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ജീവനാണ്. ആർക്ക് വേണ്ടി നീ ചെയ്തു എന്ന് എനിക്കറിയാം. നിന്നെ എത്ര രക്ഷിച്ചു പിടിച്ചാലും എന്നെങ്കിലും നീ വെളിയിൽ വരും. അന്ന് നിന്റെ പണ്ടം ഞാൻ കുത്തി പുറത്തിട്ടിരിക്കും. മുരുകനാ പറയുന്നത്. ചിലപ്പോൾ ഒക്കെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇത് ക്യാച്ച് ചെയ്തിട്ട് പറയാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെക്നിക്ക് തന്നെയാണ്. ചിലപ്പോൾ അത് മുഴുവനായിട്ട് കേൾക്കണമെന്ന് പോലുമില്ല. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത് അപ്പുറത്ത് കിടക്കുമ്പോൾ മറ്റൊരു ഡയലോഗ് ഓർത്തെടുക്കാനുള്ള ഒരു കാര്യം ഇവരുടെ അഭിനയത്തിൻ്റെ ഭയങ്കര ഒരു ഒറിജിനാലിറ്റിയെ ഇല്ലാണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ ചില സ്വാഭാവികമായിട്ടുള്ള ചില മൂമെൻറ്റുകൾ ഇത്തരം സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇതൊരു സൈഡിലൂടെ കേൾക്കുകയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ.